ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. നമുക്ക് നാമം ജപിക്കുമ്പോൾ ശാരീരികമായ അലസതകളും ബുദ്ധിമുട്ടുകളും പല വിധത്തിലുള്ള മടിയും ഒക്കെ നമ്മെ കടന്നാക്രമിക്കുന്നതായി പല പ്രിയ ഭക്തരും ഇങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അടുത്ത ദിവസം, കഴിഞ്ഞൊരു ദിവസം തന്നെ നമ്മുടെ ഒരു പ്രിയ ഭക്ത എന്നോട് ഇങ്ങനെ സംശയം ചോദിച്ചിരുന്നു. നാമം ജപിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. നാമജപമൊന്നും ഇല്ലാതെ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ നിറവേറ്റിയിരുന്നാൽ യാതൊരു പ്രശ്നവും നമുക്കില്ല. നമ്മൾ ഹാപ്പിയാണ്, നമ്മുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പോകുന്നുണ്ട് ഏറെക്കുറെയൊക്കെ. പക്ഷെ നാമം ജപിക്കാൻ തുടങ്ങി ഒരു കൃത്യമായിട്ടുള്ള ചിട്ടയായിട്ടുള്ള സമയമെടുത്തുള്ള ഒക്കെയുള്ള രീതിയിലേക്ക് നാം കടക്കുമ്പോൾ പല വിധത്തിലുള്ള അസ്വസ്ഥതകളും അത് മുടങ്ങിപ്പോകുന്ന അവസ്ഥകളും ഒക്കെ നമ്മുടെ തന്നെ ജീവിതത്തിലും നമ്മുടെ മനസ്സിനും നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിലും ഒക്കെ അങ്ങനെ കടന്നു വന്നിട്ട് ആകെ അപ്പോൾ നമ്മുടെ മനസ്സിനാകെ അസ്വസ്ഥത ഉണ്ടാവും. നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിത്യേന ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് മുടക്കം വരുമ്പോഴുണ്ടാകുന്ന മാനസികമായ സമ്മർദ്ദങ്ങൾ, അതിൻ്റേതായിട്ടുള്ള ഒരു ഇറിറ്റേഷൻ, അത് പിന്നീട് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളെയും അത് ബാധിക്കും. അങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നു. നിരാശയും ആകെ ഒരു വിദ്വേഷം നിറഞ്ഞ ഒക്കെ ഉള്ള ഒരു അവസ്ഥയിലേക്കൂടെ ആയിരിക്കും നമ്മൾ പിന്നെ കടന്നു പോകുന്നത്. പിന്നെ അതൊന്ന് ശരിയാകണമെങ്കിൽ വീണ്ടും ചിട്ടയായ നാമജപത്തിലൂടെ അത് വീണ്ടും ശരിയായി വരുമ്പോഴേ ഉള്ളൂ. പക്ഷേ ഈ നാമം ജപിക്കാനിരിക്കുമ്പോഴാണ് നമ്മളിൽ ഈ പലതരത്തിലുള്ള അസ്വസ്ഥതകളും അലസതകളും മടിയും ഒക്കെ കടന്നു വരുന്നതും നമ്മളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ വേണ്ടി ചില അജ്ഞാതമായ ശക്തികൾ നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. സത്യത്തിൽ അത് തോന്നിപ്പോകുന്നതല്ല, ശരിയാണ്. നമ്മളിൽ ഇരിക്കുന്നത് ആസുരീക സമ്പത്തും ദൈവികമായ സമ്പത്തും കൂടെ കൂടിച്ചേർന്നാണ് നാമും ഇവിടെ കാണുന്നതെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ആസുരിക ശക്തിയും ദൈവിക ശക്തിയും എല്ലാവരിലും ഇത് രണ്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ആ ആസുരികമായ ശക്തിയുടെ പിന്നാലെ അതിൻ്റെ ഒരു താളത്തിൽ ഇങ്ങനെ നമ്മൾ ജീവിച്ചു പോവുകയാണ്. അത് എപ്പോഴാണോ നാം ദൈവിക ശക്തിയുടെ പിടിയിൽ കൂടുതൽ മുറുകുന്നത്, അപ്പോഴാണ് ഈ ആസുരിക ശക്തി നമ്മളിൽ അതിനൊരു തടസ്സമായി ഒരു വേലിയേറ്റമുണ്ടാക്കി അതിനെ ഏതെങ്കിലും പ്രകാരത്തിൽ ദൈവത്തിൻ്റെ ശക്തിയുടെ കയ്യിൽ നമ്മെ കൊടുക്കാതെ നമ്മളിൽ ഇരിക്കുന്ന ആത്മാവിനെ ആസുരികമായ ശക്തിയിലേക്ക്, ആ പ്രാണനെ ആസുരികമായ ഭാവങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മിൽ തന്നെയാണ് പാണ്ഡവരും കൗരവരും ഇരിക്കുന്നത്. അധർമ്മത്തിൻ്റെയും ആസുരികതയുടെയും ഭാവമായ കൗരവരും നന്മയുടെയും നീതിയുടെയും ഈശ്വരന്റെയും ഭാഗമായ പാണ്ഡവരും നമ്മുടെ ഉള്ളിലാണ് കുരുക്ഷേത്ര യുദ്ധം നിത്യേന നടമാടുന്നത്. അപ്പോഴാണ് ആ യുദ്ധത്തിന്റെ നടുവിലാണ് ഒത്ത മധ്യഭാഗത്തേക്ക് ഇറങ്ങി നിന്നാണ് ഭഗവാൻ ഭഗവത്ഗീത നമുക്ക് ഉപദേശിച്ചു തരുന്നത്. ഈ ആസുരികമായിട്ടുള്ള തളർച്ചകളെയും അവശതകളെയും നിരാശകളെയും ഭയത്തെയും എല്ലാറ്റിനെയും എങ്ങനെ മറികടക്കാം, അതിനുള്ള ഊർജം എങ്ങനെ സമ്പാദിക്കാം എന്ന് നമുക്ക് ഭഗവാൻ പറഞ്ഞു തരികയാണ് ഭഗവത്ഗീതയിലൂടെ. അതും നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഭഗവത്ഗീത വിരിയുന്നതും പാണ്ഡവ കൗരവ യുദ്ധം നടക്കുന്നതും എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഭഗവാൻ ആ ജീവിതം എങ്ങനെ ജീവിക്കണം, എങ്ങനെ തളർച്ച മാറ്റണം, എങ്ങനെ ജീവിതത്തെ ചിട്ടയോടെ മുന്നോട്ട് കൊണ്ടുപോകണം, ഇങ്ങനെയൊക്കെയുള്ള വിവിധ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുവാൻ വേണ്ടി ഭഗവത്ഗീതയുടെ തത്വങ്ങൾ, ആ ഗീതാ സന്ദേശങ്ങൾ, മൊഴിമുത്തുകൾ ഭഗവാൻ നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മോട് പറയണമെങ്കിൽ നമ്മുടെ കുരുക്ഷേത്ര യുദ്ധത്തിൽ തളർന്ന അവശ്യനായ അർജുനനെ പോലെ മുന്നോട്ട് നമുക്ക് ഭഗവാനിലേക്ക് എത്തുവാൻ അല്ലെങ്കിൽ നന്മയിലേക്ക് തിരിയുവാനുള്ള ഒരു ശ്രമം ആരംഭിക്കണം. ആ ശ്രമമാണ് നാമജപത്തിലൂടെ നാം തുടങ്ങുന്നത്. ആ നാമജപം തുടങ്ങുമ്പോഴാണ് അതുവരെയും നമ്മളിലിരിക്കുന്ന ഈ ആസുരികമായ ശക്തി നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി ദൈവിക ശക്തിയെ ഒന്ന് കണ്ടുമുട്ടി കൂട്ടുപിടിച്ച്
നമ്മുടെ ജീവിതത്തിൽ ഒരു അല്പനേരമൊക്കെ അതിനൊന്ന് സ്പെൻഡ് ചെയ്താൽ അതിന് വലിയ ഈ ആസുരികതയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. അപ്പോൾ അത് കുറേ നേരം ആസുരികതയും കുറേ നേരം ദൈവികതയും രണ്ടും ഈക്വലായിട്ട് പോവുമായിരിക്കും. അങ്ങനെ പോകുമ്പോൾ അത് ഒരു പ്രശ്നവും ഈ ആസുരിക സമ്പത്തിന് ഒന്നും ചെയ്യാൻ തോന്നില്ല. പക്ഷേ നമ്മൾ ദൈവിക സമ്പത്തിന്റെ കയ്യിൽ അല്ലെ ദൈവിക ശക്തിയുടെ കയ്യിലാണ് നാം പൂർണ്ണമായി പെടുന്നത് എന്ന ബോധം എപ്പോഴാണോ ജനിക്കുന്നത് അപ്പോൾ മുതൽ നമ്മെ അതിന് ആസുരികതയിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരും. ആദ്യത്തെ അവസ്ഥയിലേക്ക് തന്നെ കൊണ്ടുവന്ന് നീ മര്യാദയായിട്ട് നേരത്തെ പോയ പോലെ സമാധാനമായിട്ട് ഞങ്ങളെ രണ്ടുപേരുടെയും കൂടെ അങ്ങ് പോയാൽ മതി, നീ ഒരാളുടെ മാത്രമൊന്നും ആകണ്ട എന്നുള്ള രീതിയിൽ ഈ ആസുരിക ശക്തി നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഈ നാമജപം ഒരു കമ്പൽസറിയായി അല്ലെങ്കിൽ ഭഗവാനിലേക്ക് അടുക്കുവാനുള്ള ഒരു തീവ്ര ശ്രമത്തിന്റെ ഭാഗമായി ഭക്തിയുടെ ഒരു തുടക്കം, അതിന്റെ ഒരു ആ ഭക്തിയുടെ തീവ്രത കൂടുന്നതനുസരിച്ച് അതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കാൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിപ്പുണ്ട്. അത് പുറത്തുനിന്ന് ആരും നമ്മുടെ ഭക്തി കണ്ടിട്ട് നമ്മെ പിടിച്ച് അതിൽ നിന്ന് മാറ്റുവാനോ ഒന്നും ശ്രമിക്കുന്നതല്ല. നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഈ രണ്ടു തരം ശക്തികളാണ് അന്തർലീനമായിരിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ശക്തിയുടെ പിന്നാലെ പോകുമ്പോൾ, എന്നാൽ ആസുരികമായ ശക്തിയാണ് നമ്മളിൽ വർദ്ധിക്കുന്നതെങ്കിൽ അവിടെ ദൈവിക ശക്തിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. അത് നമ്മിലേക്ക് പിടിച്ചു നമ്മെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നമ്മുടെ മനസ്സിലിരുന്ന് നമ്മുടെ മനസ്സാക്ഷിയായി നമ്മുടെ പ്രാണന്റെ സാക്ഷിയായി ഭഗവാൻ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും, അങ്ങോട്ട് പോകരുതെന്ന്. പക്ഷെ ആസുരികത നമ്മളെ ഭരിക്കുമ്പോൾ നമ്മൾ ഈ ഭഗവാന്റെ വാക്കുകൾ അല്ലെങ്കിൽ നന്മയുടെ, സത്യത്തിന്റെ, ദൈവത്തിന്റെ ആ ദൈവിക സമ്പത്തിലൂടെ കിട്ടുന്ന ആ ഒരു അറിവോ അല്ലെങ്കിൽ ആ വിവേകമോ അപ്പോൾ ആസുരികതയുടെ ആ തീവ്രമായ പിടുത്തത്തിൽ നമുക്കത് കിട്ടാതെ പോകും. അങ്ങനെ തീവ്രമായ ആസുരികമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. ഞാൻ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണെന്ന് ഈ നാമജപം ആരംഭിച്ച കാലത്ത് ഉണ്ടായ തടസ്സങ്ങൾ ഓരോരുത്തർക്കും വരുമ്പോൾ മനസ്സിലാക്കാവുന്നതാണ്. നമ്മൾ നാമം ഒന്നും ജപിക്കാതെ നിലവിളക്കി കൊളുത്തി അതിൻ്റെ അടുക്ക് വലിയ നേരം ഇരിക്കാതെ ഭഗവാനോട് കൂടുതൽ സമ്പർക്കത്തിന് പോകാതെ നമ്മുടെ മറ്റു കാര്യങ്ങൾ, അതായത് നമ്മുടെ ലൗകിക കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് യാതൊരു തടസ്സവും വരില്ല. നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ആ ഹാപ്പിനെസ് ഒക്കെ കുറച്ച് നേരത്തേക്ക് അല്ല അല്പ ദിവസങ്ങളിലേക്കേ കാണൂ. നമുക്കൊരു വിഷമഘട്ടം വന്നാൽ ഏത് ഹാപ്പിനെസ്സും ഏത് സാഡിനെസ്സും നഷ്ടപ്പെടും. അത് പോയി അപ്പോഴത്തേക്ക് മാത്രമേ ഉള്ളൂ ആ ഒരു അവസ്ഥ. എല്ലാ അവസ്ഥകളും മാറി മറിയും. ഒരു ദിവസം തന്നെ, ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വൈകുന്നേരം വരെയുള്ള കാലാവസ്ഥ തന്നെ ഒന്ന് നോക്കൂ. നല്ല ഇന്നത്തെ കാലാവസ്ഥ എന്ന് വെച്ചാൽ ഭയങ്കര, എൻ്റെ ഇവിടെ ഈ ചെട്ടികുളങ്ങര പ്രദേശം കായംകുളം ഏരിയയൊക്കെ നല്ല കഠിനമായ ചൂടായിരുന്നു. എന്ത് വെയിലായിരുന്നു, ഭയങ്കര കഠിനമായിട്ടുള്ള വെയില്. ആ വെയിലത്ത് ഞാൻ വിനായക ചതുർത്ഥിയിൽ പങ്കെടുക്കുവാൻ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വരുമ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്ന വെയിലായിരുന്നു. വീട്ടിൽ വന്ന് കയറി അല്പസമയം കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി. വളരെ ആകസ്മികമായിട്ടൊരു മഴ. അപ്പോഴുണ്ടായിരുന്ന നമ്മുടെ ബുദ്ധിമുട്ട്, നമ്മൾ ഒരു ഉറപ്പുള്ള ഒരു കാലാവസ്ഥയില്ല. ഇന്ന് വെയിലാണെങ്കിൽ ആ വൈകുന്നേരം വരെയും വെയിൽ നിൽക്കും എന്നൊരു ഉറപ്പില്ല. അതിനുശേഷം വീണ്ടും മഴയ്ക്ക് ശേഷം വീണ്ടും വെയില്, മങ്ങിയ വെയില്, പിന്നെ ഇത്തിരിയും കൂടെ ഗാഠമായ വെയില്, അങ്ങനെയൊക്കെ കാലാവസ്ഥകൾ മാറിയും മറിഞ്ഞും. പിന്നെ കുറച്ചു നേരം വളരെ മൂകമായിട്ടുള്ളൊരു പ്രകൃതി. അപ്പോൾ ഒരു ദിവസത്തെ തന്നെയാണ് ഈ വ്യത്യസ്തമായ കാലാവസ്ഥ ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഈ പ്രകൃതിയാണ് നമ്മുടെ മനസ്സിലും പ്രവർത്തിക്കുന്നത്. നമ്മൾ പ്രകൃതി ജീവിക്കുകയില്ലേ, ഇവിടുത്തെ ശ്വാസമല്ലേ നമ്മുടെ ഉള്ളിലുള്ളത്, ഇവിടുത്തെ ആഹാരമല്ലേ നമ്മൾ കഴിക്കുന്നത്, ഇവിടെയല്ലേ നാം ജീവിക്കുന്നത്. അപ്പോൾ ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഒക്കെ നമുക്ക് മാറ്റത്തിന് വിധേയമാക്കും. പ്രകൃതി നമ്മളെ മാറ്റത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കും, നമ്മുടെ ചിന്തകളെ എല്ലാറ്റിനെയും. അപ്പോൾ ചിന്തകൾക്ക് കലക്കൽ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ചന്ദ്രനെ ഭജിക്കണം. രാത്രിയിൽ ചന്ദ്രനെ കാണുമ്പോൾ ചന്ദ്രനെ ഭജിക്കണം. അത് പൂർണ്ണചന്ദ്ര ദിവസമൊക്കെ ചന്ദ്രനെ നോക്കി നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ, ചന്ദ്രനെ പ്രാർത്ഥിക്കാനുള്ള മന്ത്രമൊക്കെ ഞാൻ മുൻപ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ അടുത്തൊരു ദിവസം അത് ആവശ്യമുള്ള ആരെങ്കിലും അത് ഓർമ്മയില്ലാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ആവശ്യമുണ്ടെന്നുള്ളവർ പറഞ്ഞാൽ മതി. അപ്പോൾ അത് നമ്മുടെ മനസ്സിന്റെ കാരകനാണ്. ചന്ദ്രനെ ഭജിച്ചാൽ നമ്മുടെ മനസ്സിലെ കാർമേഘങ്ങളൊക്കെ മാറും, നമ്മുടെ വിഷമങ്ങളൊക്കെ മാറും.
ഒരു സ്ഥായിയായ ദുഃഖഭാവവും അല്ലെങ്കിൽ ഡിപ്രഷനായിട്ടിരിക്കുന്ന അവസ്ഥയും നിരാശ ബാധിച്ചിരിക്കുന്ന അവസ്ഥയൊക്കെ ചന്ദ്രനെ നോക്കി പ്രാർത്ഥിച്ചാൽ അങ്ങ് മാറും. അത് അത്രയ്ക്കും വളരെ തീവ്രമാണ് നമ്മുടെ മനസ്സും ചന്ദ്രനും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഈ നാമജപത്തിലേക്ക് തന്നെ നമുക്ക് തിരികെ വരാം. അപ്പോൾ ഈ നാമജപം തുടങ്ങുമ്പോൾ തന്നെ നമ്മളിലിരിക്കുന്ന ആസുരികമായ ശക്തി ഈ ഭഗവാനിലേക്കാണല്ലോ ഈ ആത്മാവ് പോകുന്നത്. ആത്മാവെല്ലാം ഭഗവാന്റേതാണ്. ആ പ്രാണനെ നിലനിർത്തുന്ന ശക്തി ഒരു ശരീരത്തിന്റെ രൂപത്തിൽ ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിച്ച് ജീവിക്കുമ്പോൾ ഇതിനെ പരമാവധി ആസുരികമായ ശക്തിവിശേഷങ്ങളിലൂടെ ഇവിടെ തന്നെ ഇങ്ങനെ ഈ മായയിലിട്ട് മോഹിപ്പിക്കുവാനാണ് മായാപ്രകൃതി ഭഗവാന്റെ പുഞ്ചിരിയാണ് ആ ദേവി, മായാദേവി. എന്നുവെച്ചാൽ ഭഗവാൻ ചിരിക്കുന്നത്, കഴിഞ്ഞ ദിവസം വിരാട് സ്വരൂപത്തെക്കുറിച്ച് വർണ്ണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഭഗവാന്റെ പുഞ്ചിരിയാണ് മായയായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്, ഈ മായാശക്തിയായ ദേവി. അപ്പോൾ ഭഗവാൻ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് രാധാദേവിയാണ് ഭഗവാന്റെ സന്തോഷം. ഭഗവാന് സന്തോഷം വരുമ്പോഴല്ലേ ഭഗവാൻ ചിരിക്കുന്നത്. അപ്പോൾ ഭഗവാനെ ചിരിക്കുവാൻ സഹായിക്കുന്ന ഭഗവാന്റെ മായാപ്രകൃതിയാണ് ദേവി. മായ എന്ന് വെച്ചാൽ ആ വാക്കിന് തന്നെ ഒന്നുമില്ലാത്തത് എന്നാണ്. അപ്പോൾ ഒന്നുമില്ല, മായയാണ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, കാണാനൊന്നുമില്ല, ഒന്നുമില്ലാത്തതാണ് മായ. അപ്പോൾ ആ ഒന്നുമില്ലാത്തതാണ്, എന്താണ് ഒന്നുമില്ലാത്തതായി പോയത്? അത് ഭഗവാന്റെ ഉള്ളിലാണ്. ഇപ്പൊ നമ്മളുടെ ഉള്ളിൽ നമ്മുടെ നിഴല്, നമ്മളിങ്ങനെ പ്രകാശത്തിലൂടെ കടന്നു പോകുമ്പോൾ നിഴല് ഉണ്ട്. പക്ഷെ ആ നിഴല് നമ്മളുടേതാണെന്ന് നമുക്കറിയാം, എന്റെ നിഴലാണതെന്ന്. പക്ഷെ ആ നിഴലിനെ നമുക്ക് വേർതിരിച്ച് എടുക്കാൻ പറ്റുമോ? നിഴൽ ഇതാണ്, ഞാനിതാണെന്നില്ല. അത് നമ്മളിൽ തന്നെ അന്തർലീനമായിരിക്കുകയാണ് നിഴല് എന്ന് പറഞ്ഞതുപോലെ ഭഗവാനിൽ തന്നെ അന്തർലീനമായിരിക്കുന്ന നിഴലാണ് ആ മായാശക്തിയായ ദേവി, മായാസ്വരൂപിണിയായ ആ രാധാദേവി. അത് ഭഗവാന്റെ സന്തോഷമാണ്, പുഞ്ചിരിയാണ്. അപ്പോൾ ആ മായയിലേക്ക് വന്ന് പെടുന്ന എല്ലാവർക്കും ഈ രണ്ടു തരം ശക്തികളുണ്ട്. ആസുരികമായ ശക്തിയും ദൈവികമായ സമ്പത്തുമുണ്ട്. ഈ സമ്പത്തുകളിൽ ആരാണോ, ഇതിലേതാണോ നമ്മെ ഭരിക്കുന്നത് അവരുടെ കസ്റ്റഡിയിലായി പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ദൈവികമായ ശക്തിയിലേക്ക് നമുക്ക് ഈസിയായിട്ട് വരാൻ പറ്റില്ല. അതിന് നമ്മൾ ഒരുപാട് സഫർ ചെയ്യണം. ഒത്തിരി നമുക്ക് നഷ്ടം സഹിക്കുമ്പോഴാണ് നേട്ടങ്ങൾ ഉണ്ടാകുന്നത്. അതേസമയം അധപ്പതിക്കുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് ഫോഴ്സിലേക്ക് പോകണമെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെടുത്തണോ, അല്ലെങ്കിൽ എന്തെങ്കിലും സഫർ ചെയ്യണോ? വേണ്ട. നമുക്ക് എന്താണോ ഉള്ളത് അതിനെ അങ്ങ് നഷ്ടപ്പെടുത്തിയാൽ മതി. നമുക്കൊരു ക്യാരക്ടർ ഇല്ലാതെ, നമുക്കൊരു ചിട്ടയില്ലാതെ, നമുക്ക് കുറച്ച് അലസമായ ജീവിതചര്യകളിലൂടെ കടന്നു പോകുന്ന മാത്രം മതി. അല്ലാതെ പ്രത്യേകിച്ച് അവിടെ നേടിയെടുക്കാനൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ വരുന്നതിന്റെ കാരണമാണ് ഞാൻ ഈ പറഞ്ഞത്. നാമം ജപിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ അലസതയുടെ, ബുദ്ധിമുട്ടിന്റെ, അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണത എത്താത്ത അവസ്ഥയുടെ, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുടെ, ക്ഷീണത്തിന്റെ ഒക്കെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. പക്ഷെ ഇതിൽ നിന്നും മുക്തി നേടുകയും വേണ്ടേ? കാരണം അറിഞ്ഞാൽ മാത്രം പോരല്ലോ, അതിൽ നിന്ന് മുക്തിയും നേടണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നിരന്തരം ഭഗവാനെ ഒരിടത്തിരുന്ന് നാമം ജപിക്കണ്ട. ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് അവിടെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ക്ഷീണം വരുന്നത്, അല്ലെങ്കിൽ അലസതയുണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് എന്ന് ഒരിടത്തിരിക്കുമ്പോഴാണ്. അതിനാണ് ഞാൻ മുൻപേ പറഞ്ഞത്, ഭഗവാന് എല്ലാ കാര്യത്തിലും ഓരോ ടെക്നിക്ക് ഉപയോഗിച്ച് ഭഗവാനെ നമ്മുടെ ഉള്ളിലാക്കണം. ഒരിടത്തിരുന്ന് നാമം ജപിക്കേണ്ട. നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സത്സംഗങ്ങളിൽ ഏർപ്പെടാം. അപ്പോൾ ഭഗവാന്റെ കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ ഉള്ളിൽ. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും എളുപ്പവും ഏറ്റവും ലളിതവും ഏറ്റവും ഓർമ്മയുള്ളതും നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് മനസ്സിന്റെ വാതിൽ കയറി വരാൻ പറ്റുന്ന ഒരു മന്ത്രം, ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു മന്ത്രം നമ്മുടെ ഇങ്ങനെ നാവിൽ മനസ്സിൽ ഇങ്ങനെ ഉച്ചരിക്കണം. എപ്പോഴും ഒരു മന്ത്രം നമ്മുടെ സ്വന്തമാക്കി വെക്കണം. അത് യാതൊരു മടിയും കൂടാതെ, യാതൊന്നും ചോദിക്കാതെ നമ്മുടെ ഉള്ളിലേക്ക് എപ്പോഴും ഇങ്ങനെ കടന്നു വരണം. അപ്പോൾ ഇങ്ങനെയുള്ള പല മാർഗങ്ങളിലൂടെ നമുക്ക് ആ ഭഗവാനെ ഉറപ്പിക്കാൻ പറ്റും. ഭഗവാൻ നമ്മുടെ ഉള്ളിലോട്ട് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ അലസതയും മടിയൊന്നും കാണില്ല. ഇതിപ്പോ ഭഗവാൻ കുറച്ചു നേരം നമ്മുടെ ഉള്ളിലുണ്ട്, നാമം ജപിക്കുമ്പോഴുണ്ട്, ഇല്ലാത്തപ്പം ഭഗവാൻ പോയി. അതുകൊണ്ടാണ് ഈ അലസതയും ബുദ്ധിമുട്ടും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നത്. ഇപ്പോഴും നമ്മുടെ ഓരോ ശ്വാസനിശ്വാസത്തിലും ഭഗവാൻ
തന്നെയാണ് എനിക്ക് ജീവൻ തന്നിരിക്കുന്നത്, എന്നെ ബോധസ്വരൂപനെ നിലനിർത്തിയിരിക്കുന്നത്. ഭഗവാൻ ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ബോധം, നമ്മൾ എങ്ങനെ ജീവിക്കും? നമ്മൾ പിന്നെ മൃതപ്രായരല്ലേ, മൃതരാകുകയല്ലേ ചെയ്യുന്നത്. നമ്മിൽ നിന്ന് ഈ ശിവചൈതന്യം നഷ്ടപ്പെട്ട് അത് പടിയിറങ്ങി പോകുമ്പോൾ പിന്നെ നമ്മൾ വെറും ബോഡികളാണ്, ഡെഡ് ബോഡികൾ. അപ്പോൾ ആ ഒരു ചലനാത്മകമായ ജീവിതം നമുക്ക് തരുന്നത്, കർമ്മനിരതമായ ജീവിതം തരുന്നത് ഭഗവാനാണെന്നുള്ള ഒരു ആത്യന്തികമായ ആ ഒരു വിശ്വാസം, ആ ഉറപ്പ്. വിശ്വാസമല്ല ഭഗവാനെ കുറിച്ച് വേണ്ടത്, ഉറപ്പാണ്, അനുഭവമാണ്. എന്തിനാ? ഭഗവാനെ വിശ്വാസമുണ്ടോ? അല്ല, ഞാൻ ഈശ്വരനെ വിശ്വസിക്കുന്നു. ഇല്ല, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ട് ജീവനായിട്ട്. ആ ജീവൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് വിശ്വസിക്കാനെങ്കിലും, വിശ്വസിക്കുന്നു എന്ന് പറയുന്നതും അല്ലെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നതും നമ്മുടെ ഉള്ളിൽ ആ ജീവൻ ഇരിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ജീവനോടെ ഇരിക്കുന്നത് കൊണ്ടാണ്. ഇന്ദ്രിയങ്ങളിലൂടെ നാം ഇവിടെ ജീവിക്കുന്നത് കൊണ്ടാണ്. ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് നാം ഇവിടെ ജീവിക്കുന്നു എന്നുള്ള അനുഭവം നമുക്കുണ്ടാകുന്നത്. ഈ ഇന്ദ്രിയങ്ങളൊക്കെ പണി മുടക്കി കഴിഞ്ഞാൽ നമ്മ ഇവിടെ ഉണ്ടോ? ആലോചിച്ച് നോക്കൂ, നാം എവിടെയാണുള്ളത്? നമ്മുടെ ബോഡി ഇവിടെ കിടന്നാലും നമുക്ക് അറിഞ്ഞുകൂടാ നാം എവിടെയാ കിടക്കുന്നതെന്ന്. നമുക്ക് ബോധം എപ്പോൾ നഷ്ടപ്പെടുന്നോ അവിടെ മുതലാണ് നമ്മൾ ഭൂമിയിലാണോ അല്ലെങ്കിൽ എവിടെയാണ്, നമ്മുടെ ബോഡി ഏതായിരുന്നു എന്ന് പോലും നമുക്കൊരു അറിവും ഉണ്ടാവുകയില്ല. അപ്പോൾ അത്രയ്ക്കും നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ശക്തിയാണ് ഭഗവാൻ. ആ ഭഗവാനെ വിശ്വസിക്കുകയല്ല, നമ്മൾ ജീവിച്ചിരിക്കുന്നത് അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ജീവിതം എന്ന് പറയുന്ന അനുഭവമല്ലേ. നമ്മൾ ഫുഡ് കഴിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുന്നു, നമ്മൾ നാമം ജപിക്കുന്നു, നമ്മൾ ഓരോരോ ജോലിയൊക്കെ ചെയ്യുന്നു. ഇതെല്ലാം നമ്മൾ അനുഭവിക്കുകയല്ലേ ഇവിടെ, അല്ലേ? അതെന്തുകൊണ്ടാണ് ആ അനുഭവം ഉണ്ടാകുന്നത്? നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്ന ആത്മചൈതന്യം നിലനിൽക്കുന്നത് കൊണ്ട്. ആ ആത്മചൈതന്യം ആണ് നമ്മുടെ ശരീരത്തെ പ്രവർത്തിപ്പിച്ച്, ആ ശരീരത്തിന്റെ പ്രവർത്തനം കൊണ്ടാണ് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത്, മനസ്സും ബുദ്ധിയും ഏകീകരിക്കുന്നു, കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നു. അതിന്റെ എല്ലാറ്റിന്റെയും എപ്പോഴും ഞാൻ പറയും, മൊബൈലിലാണ് എല്ലാ സംഭവങ്ങളും ഉള്ളത്. എല്ലാ ആപ്പുകളും കിടക്കുന്ന മൊബൈലിലാണ്. അതിനെയൊക്കെ വർക്ക് ചെയ്യിക്കണമെങ്കിൽ എന്ത് വേണം? കറണ്ട് വേണ്ടേ? ചാർജ് വേണ്ടേ അതിന്? ഇല്ലെങ്കിൽ പിന്നെ എത്ര വില കൂടിയ ഐഫോൺ, ഏറ്റവും ലേറ്റസ്റ്റ് ഫോണാന്ന് പറഞ്ഞാലും അതിനകത്തിലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കണമെങ്കിൽ, നമുക്ക് കാണുകയും കേൾക്കുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അത് നമുക്ക് ഡേ ടു ഡേ ഉപയോഗിക്കണമെങ്കിൽ അതിന് ചാർജ് വേണം. ആ ചാർജ് ഇല്ലാത്തിടത്തോളം നമുക്ക് ഇതൊക്കെ ഉണ്ട്, എന്റെ കയ്യിൽ ഇത്രയും വില കൂടിയ ഫോണാണ്, ഇന്ന സംഗതികളൊക്കെ ഈ ഫോണിൽ കിട്ടും എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരും വളരെ ടാലന്റഡ് ആയിരിക്കും, വളരെ കഴിവുള്ളവരായിരിക്കും, നമുക്ക് ഈശ്വര സാമീപ്യം അനുഭവിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഈശ്വരനോട് വളരെ കൂടുതൽ ആത്മാർത്ഥമായ ആഗ്രഹം, ഭഗവാനിൽ തന്നെ എത്താൻ ആഗ്രഹിക്കുന്നവരായിരിക്കും, ജ്ഞാനം അന്വേഷിക്കുന്നവരായിരിക്കും. എല്ലാം നമുക്കുണ്ട്. പക്ഷേ അതിന്റെ എല്ലാം കഴിവുകൾ നമുക്കുണ്ട്. പക്ഷെ അത് പ്രവർത്തിപ്പിക്കണമെങ്കിൽ ആര് വേണം? സാക്ഷാൽ ഈ പ്രപഞ്ചത്തിന്റെ എനർജിയായ ഭഗവാൻ തന്നെ വേണം. ആ ഭഗവാനാണ് നമ്മുടെ ഉള്ളിൽ ആത്മചൈതന്യമായി, ജീവനായി ഇങ്ങനെ നിലനിൽക്കുന്നത്. ആ നിലനിൽക്കുന്ന ഈശ്വരനെ അനുഭവിക്കുകയല്ലേ, വിശ്വസിക്കുകയാണോ ചെയ്യുന്നത്? അനുഭവിക്കുകയാണ് ചെയ്യുന്നത് നാം. ആ അനുഭവമാണ് നമുക്ക് ദിവസേന നാം ഉണരുന്നു, നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുന്നു, നാം സത്സംഗങ്ങളിൽ ഏർപ്പെടുന്നു, ഭഗവത് കാര്യങ്ങൾ ആലാപനം ചെയ്യുന്നു. ഇതെല്ലാം നാം നിത്യേന ചെയ്യുന്നതല്ലേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഭഗവാനെ നിരന്തരം ഭഗവാനോട് ഒട്ടി നിൽക്കണം. നാമജപത്തിൽ ഒരിടത്തിരുന്ന് അത് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ വേണ്ട, അങ്ങനെ ചെയ്യണ്ട. അത് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് ഫോഴ്സാണ് നമ്മളെ ഭരിക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ ഇരുന്നിട്ടും കാര്യമില്ല. നമ്മൾ അലസതയോടെ, മടിയോടെ, മന്ദതയോടുകൂടി ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ വിളയാടില്ല. അപ്പോൾ ഭഗവാനെ കിട്ടണമെങ്കിൽ ആ ഒരു സമയം കഴിഞ്ഞ് നാം എല്ലായ്പ്പോഴും ഭഗവാനെ ഒരു സമയമൊന്നും നിശ്ചയിച്ച് വയ്ക്കണ്ട. എല്ലായ്പ്പോഴും ഭഗവാനെ ഓരോ കർമ്മവും ചെയ്യുമ്പോൾ ഇന്ന് എന്നെ ഇത് ചെയ്യാൻ ഭഗവാനാണ് എന്നെ ഓർമ്മിപ്പിച്ചത്, അല്ലെങ്കിൽ ഭഗവാൻ അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങ് മറന്നു പോകും നമ്മൾ ഭഗവാനെ കുറിച്ച്. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? ആ
വീണ്ടും നമ്മൾ ഭഗവാനാകുന്ന ആ കുറ്റിയിലേക്ക് വന്ന് നമ്മൾ അടുക്കും. പിന്നെ ഈ ഒരു കുറ്റിയിൽ പശുവിനെ കെട്ടിയിട്ടിരിക്കുന്നു, ഏതെങ്കിലും ഒരു മരത്തിലോ അല്ലെ എവിടെയെങ്കിലും. ആ പശു ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നടന്ന് ആ പുല്ലെല്ലാം തിന്ന് അതിനെ പരമാവധി തിന്ന് കഴിയുമ്പോൾ ആ കയറിന്റെ വലിപ്പം തീരുമ്പോൾ എന്ത് സംഭവിക്കും? അതിനെ കഴുത്ത് വേദനിക്കും, അത് മുന്നോട്ടായുമ്പോൾ. അപ്പോൾ അതിന് മനസ്സിലാകും എന്നെ ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അത് അവിടെ നിന്ന് പിന്തിരിയും. വീണ്ടും കുറ്റിയുടെ അല്ലെ മരത്തിന്റെ അരികിലേക്ക് വരും. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ അലഞ്ഞിരിഞ്ഞ് നമ്മുടെ മനസ്സ്, കാരണം നമ്മൾ എത്രയോ ജന്മങ്ങളായിട്ട് ഈ അലച്ചിലാണ് നമ്മുടെ മനസ്സിന്. എവിടെയോ ഒരു കുറ്റിയിൽ നമ്മൾ കെട്ടിയിട്ടിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അലഞ്ഞു തിരിയുന്ന നമ്മളുടെ മനസ്സിനെ അത് അലഞ്ഞിട്ട് വീണ്ടും എവിടെ വരും? ഈ കുറ്റി അന്വേഷിച്ച് വരും. അവിടെ ഒരു കുറ്റിയിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ കെട്ടാത്തവരുടെ മനസ്സ് ഒരിക്കലും ഭഗവാനെ അന്വേഷിക്കത്തില്ല. അതിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. ഞാൻ ഈ തൊട്ട് ഏറ്റവും കഴിഞ്ഞ ഭാഗവതത്തിന്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഭഗവാനെ അന്വേഷിക്കാത്ത, ഭഗവാന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത മനസ്സുള്ള അങ്ങനെ ജീവിക്കുന്ന വ്യക്തികൾ ശ്വസിക്കുന്ന ശവങ്ങളാണെന്ന് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ശ്വാസം എടുക്കുന്ന ശവങ്ങൾ തന്നെയാണെന്ന്. ഭഗവാനെ പൂജിക്കാത്ത എത്രയോ സുന്ദരമായ വളകളിട്ട കൈകളാണെങ്കിൽ പോലും അത് ശവത്തിന്റെ കൈകൾ പോലെ ഉപയോഗശൂന്യമാണ് എന്ന് പറയുന്നു. ഭാഗവതം പറയുന്നതാണ്. ഭഗവാന്റെ ഗീതികളല്ലേ, ഭഗവാന്റെ ലീലകളല്ലേ ഭഗവാനിലേക്ക് അടുക്കുവാനുള്ള ഏറ്റവും വലിയ ഭക്തിയുടെ സാധനയാണ് ഭാഗവതം. ഭഗവാന്റെ ലീലകളെക്കുറിച്ച്, ഭഗവാനെക്കുറിച്ച് പൂർണ്ണമായി അറിയുവാനുള്ള ഭക്തി അന്വേഷിക്കുന്നവർ ഒരിക്കലെങ്കിലും ഭാഗവതം ഒന്ന് പൂർണ്ണമായിട്ട് വായിച്ച് അതിന്റെ മുഴുവൻ സാരാംശം ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, അവർ ഭഗവത് ഭക്തന്മാരായി മാറുക തന്നെ ചെയ്യും. ഒരു പ്രാവശ്യം ഒന്ന് കേട്ടാൽ മതി. ആ ഭാഗവതം മുഴുവൻ കൃത്യമായിട്ടൊന്ന് കേൾക്കൂ. എല്ലാവരും ഉറപ്പായിട്ടും ഭഗവാനിലേക്ക് തന്നെ വരും. ആ ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ വർണ്ണനകൾ എല്ലാം നമ്മുടെ ഹൃദയത്തിന്, നമ്മൾ ഭഗവത് ഭക്തരാകാൻ ആഗ്രഹിക്കുന്നവരുടെ ഹൃദയങ്ങൾക്ക് അത് വളരെ വളരെ ഫലഭൂഷ്ടമായിട്ടുള്ള ഒരു വളം തന്നെയാണ്. ഭഗവത് കാര്യങ്ങൾ കേൾക്കുന്ന, പ്രത്യേകിച്ച് ഭാഗവതം പോലെയുള്ള പുണ്യഗ്രന്ഥങ്ങൾ നാം പാരായണം ചെയ്യുകയും അതിനെക്കുറിച്ച് പറയുകയും ഒക്കെ കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഭഗവാനിൽ ഭക്തി ഉറച്ച് ഏത് സമയത്തും ഭഗവാനെ പിടിവിടാതെ ആസുരിക ശക്തികളെ പുറന്തള്ളി നാം മുന്നേറുക തന്നെ വേണം. അപ്പോൾ ആസുരികമായിട്ടുള്ള ശക്തികൾ നമ്മെ പിന്തിരിപ്പിക്കാൻ എപ്പോഴും കൂടെ ഉണ്ടാകും. ദൈവിക ശക്തിയിൽ നമ്മൾ ഭഗവാനിൽ തന്നെ ഉറച്ച മനസ്സുള്ളവർക്ക് സ്ഥിതപ്രജ്ഞതയൊക്കെ നേടിയാലേ പിന്നെ നമുക്ക് അതിൽ നിന്നൊരു പിന്മാറ്റം ഇല്ലാത്ത ഒരവസ്ഥ വരും. അതൊക്കെ എത്തണമെങ്കിൽ നമ്മൾ എത്ര യുഗങ്ങൾ പിന്നിടണം, എത്ര ജന്മങ്ങൾ താണ്ടണം. ഇപ്പോൾ നമ്മൾ ഈ ഒരു വഴിയിലൂടെ, ഇങ്ങനൊരു ചളി പുരണ്ട വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഏത് സമയവും കാല് സ്ലിപ്പാകാം. പക്ഷെ അങ്ങനെ സ്ലിപ്പായി പോയി ഒന്ന് താന്നു പോയാലും ഉടനെ തന്നെ നാം വീണ്ടും കരകയറി നമ്മൾ ആ വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ വ്യഗ്രത കാണിക്കണം. നമ്മുടെ മനസ്സിന്റെ ഉറപ്പാണ് ഭക്തിയുടെ ഉറപ്പ്. ആ മനസ്സിൽ ഉറപ്പ് വേണം. ഞാൻ ഭഗവാൻ സഞ്ചരിക്കുന്ന വഴിയിലൂടെ, അല്ലെ ഭഗവാന്റെ പറഞ്ഞേക്കുന്ന വഴിയിലൂടെ മാത്രമേ എനിക്ക് പോകാൻ കഴിയുള്ളൂ, മറ്റൊന്നും എൻ്റെ വഴിയല്ല എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സ് നമ്മളെ തന്നെ ഇങ്ങനെ മതിച്ചുകൊണ്ട് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എളുപ്പം നാം അവിടെ തന്നെ എത്തും. നമ്മളെ ഏറ്റവും കൂടുതൽ ശല്യപ്പെടുത്തുന്നത് പുറത്തു നിന്നുള്ള ശല്യങ്ങളൊന്നുമല്ല. ഏതെല്ലാം പ്രശ്നങ്ങൾ പുറത്തു നടന്നാലും അതിൽ നിന്ന് നമ്മുടെ മനസ്സ് വേർതിരിച്ച് ആ പ്രശ്നങ്ങളെയും ദുഃഖങ്ങളെയും ഒക്കെ ഏറ്റുവാങ്ങുമ്പോൾ മാത്രമേ നമ്മുടെ മനസ്സിൽ അലോസരം ഉണ്ടാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം അതെല്ലാം പുറത്തു നടക്കുന്ന സംഗതികൾ മാത്രമാണ്. അപ്പോൾ നമ്മുടെ മനസ്സിനെ അലോസരപ്പെടുത്തുന്ന ഒറ്റ കാര്യമേ ആകാവുള്ളൂ, അത് ഭഗവാനോട് ഒന്നിച്ചിരിക്കാൻ പറ്റാത്തതിലുള്ള വിഷമം മാത്രമേ ആകാവൂ. മറ്റു കാര്യങ്ങളെക്കുറിച്ചല്ല നാം അലോസരപ്പെടേണ്ടത്. എത്ര കഠിനമായിട്ടും ഭഗവാനോട് ഒത്തിരിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഭഗവാനോട് കൂടുതൽ അടുക്കാൻ കഴിയുന്നില്ല എന്ന അലോസരപ്പെടുത്തൽ നമ്മുടെ മനസ്സിൽ എപ്പോൾ കൂടുതലായിട്ട് അതിക്രമിച്ചു വരുന്നോ അപ്പോൾ ഭഗവാൻ അതിനൊരു സ്ഥായിയായ സ്ഥിരമായ ഒരു അവസ്ഥ നമുക്ക് തന്നിരിക്കും. നമ്മളെ എപ്പോഴും അലോസരപ്പെടുത്തുന്നത് നമ്മുടെ മറ്റ് ഭൗതികമായ ചിന്തകളും പ്രശ്നങ്ങളും ഒക്കെ ആവും. അതുകൊണ്ടാണ് നമ്മൾ ഭഗവാൻ ഉറയ്ക്കാത്തത്. ഭഗവാൻ ഉറയ്ക്കും.
ഭഗവാൻ ഉറച്ചു തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഒരാസുരിക ശക്തികളും ശല്യം ചെയ്യില്ല. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം, ഭഗവാൻ സ്നേഹത്തോടെ എല്ലാവരെയും ഓരോ കഷ്ടപ്പെടുന്ന പരീക്ഷണങ്ങളിൽ ഇടാതെ, ആ പരീക്ഷണങ്ങൾ തന്നാലും ഭഗവാൻ തന്നെ നമ്മളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ലീലകളും ആടുന്ന ആ മായാവിയും ഭഗവാൻ തന്നെയാണ്. ആ മായകളിൽപ്പെട്ട് നാം കിടന്നുഴലുമ്പോൾ അത് കണ്ട് വിനോദിക്കുന്ന വിനോദനും ഭഗവാൻ തന്നെയാണ്. പിന്നീടോ ആ മായകളിൽ നിന്ന് നമ്മളെ രക്ഷിച്ച് സായുജ്യം നൽകുന്ന ആചാര്യനും ഭഗവാൻ തന്നെയാണ്. നമുക്ക് മായയിൽ നിന്ന് രക്ഷ വേണമെന്ന് ആഗ്രഹിക്കുന്ന എപ്പോഴാണ്? ഭഗവാനെ മാത്രം മതി എന്ന ചിന്ത വരുമ്പോഴാണ്. ഭഗവാനെ മാത്രം മതി എന്ന ചിന്ത വരുന്നത് എപ്പോഴാണ്? നമുക്ക് മറ്റുള്ള ആഗ്രഹങ്ങളെല്ലാം വേണ്ട എന്ന് തോന്നുമ്പോൾ. മറ്റെല്ലാ ആഗ്രഹങ്ങളിലും വലുതാണ് ഭഗവാൻ. എല്ലാം എനിക്ക് വേണം, പക്ഷെ ആ വേണ്ടതിനേക്കാൾ എല്ലാറ്റിനേക്കാളും വലുത് എനിക്ക് എൻ്റെ ഭഗവാനാണ് എന്ന് ചിന്തിച്ചാൽ നമുക്ക് ഭഗവാനെയാണ് ആദ്യം കിട്ടുന്നത്. എല്ലാം തരുന്ന ഭഗവാനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പിന്നീട് നമുക്ക് എന്തൊക്കെയായിരുന്നു ആവശ്യം എന്നുള്ളത് അത് ഭഗവാന്റെ ആവശ്യമാണ്, നമ്മുടെ ആവശ്യമല്ല പിന്നത്. അല്ലാതെ ഭഗവാനിലേക്ക് വന്നു കഴിഞ്ഞാൽ വിരക്തി ബാധിച്ച് നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് ആരും നമ്മളെ തിരിഞ്ഞു നോക്കാതെ വേറെ എല്ലാവരിൽ നിന്നും നമ്മൾ ഏകാന്തമായി പോകും, വിരസമാകും ജീവിതം എന്നൊന്നും ചിന്തിക്കാനേ പാടില്ല. അങ്ങനല്ല. ശരിക്കും ഭഗവാനെ എല്ലാ ആഗ്രഹങ്ങളോടും കൂടി തന്നെ വേണം ഭഗവാനെ നമ്മൾ ആദ്യം സമീപിക്കേണ്ടത്. പക്ഷേ ഭഗവാനിലേക്ക് നമ്മൾ പതുക്കെ പതുക്കെ വന്നു കഴിയുമ്പോൾ ഈ ആഗ്രഹങ്ങൾക്കൊന്നും വലിയ ഇമ്പോർട്ടൻസ് നമുക്ക് തോന്നുന്നില്ല. ഏറ്റവും പ്രാധാന്യം ഭഗവാനെ തന്നെയാകും. അപ്പോൾ ആ ആഗ്രഹങ്ങളോടുകൂടി വന്ന വ്യക്തിയാണ് ഭഗവാനെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം ആഗ്രഹങ്ങൾ ബാക്കി കാണും, അതെല്ലാം ഭഗവാൻ അറിയാം. എന്തൊക്കെയായിരുന്നു നമ്മൾ ആഗ്രഹിച്ചിരുന്നത്, ആ ആഗ്രഹത്തിന്റെ വക്കിൽ നിന്നാണ് ഭഗവാനിലേക്ക് എടുത്തു ചാടിയത്. അപ്പോൾ ഈ ആഗ്രഹങ്ങൾ മുഴുവനുമായിട്ടാണ് ഭഗവാൻ പിന്നെ നമുക്ക് സാധിച്ചു തരുന്നത്. പിന്നെ നമുക്ക് ഈ ഭൂമിയിൽ ഒന്നും എനിക്ക് എന്താണ് ഇനി വേണ്ടത്, അങ്ങനെ ഒന്നും തോന്നത്തില്ല. എല്ലാത്തിന്റെയും പൂർണ്ണതയാണ് അവിടെ കിട്ടുന്നത്. എനിക്ക് എല്ലാം തികഞ്ഞു എന്നൊരവസ്ഥയിൽ ഭൗതികതയിൽ എന്തെല്ലാം കിട്ടുമോ അതെല്ലാം ഭഗവാൻ തികച്ചു തരും. ഒന്നും ഇവിടെ ഇനി അനുഭവിക്കാനൊന്നും ഇനി ബാക്കിയൊന്നും വെക്കില്ല. ഭഗവാനെ ആഗ്രഹിക്കുന്ന, ഭഗവാനിലേക്ക് വരുന്ന വ്യക്തികൾക്ക് എല്ലാ ഭൗതികമായിട്ടുള്ള എല്ലാ നേട്ടങ്ങളും നന്മകളും എല്ലാം ഭൂമിയിൽ എന്തനുഭവിക്കാനുള്ളത് ആ നന്മകൾ മുഴുവൻ ഭഗവാൻ കൊടുത്തിട്ടേ ഭഗവാനിലേക്ക് ചേർക്കുകയുള്ളൂ. ഞാനത് ഇത്ര പൂർണ്ണമായിട്ട് പറയുന്നത്, ഞാൻ ഈ സർവ്വ നന്മകളും എനിക്ക് കിട്ടിയിട്ടില്ല ഭഗവാനിൽ നിന്ന്, ഞാൻ അതിലേക്ക് എത്തുന്നതേ ഉള്ളൂ. പക്ഷേ ഇതെല്ലാം ഭൂമിയിൽ എന്തെല്ലാം അനുഭവിക്കാൻ ഒരു വ്യക്തിക്ക് നന്മകളുണ്ടോ, ജ്ഞാനം, സ്നേഹം, കരുതല്, സന്തോഷം എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് എൻ്റെ അമ്മ. എൻ്റെ അമ്മ എത്ര ചെറുപ്പത്തിൽ തന്നെ ഭഗവാനിലേക്ക് വന്ന ഒരാളാണ്. എൻ്റെ അമ്മയ്ക്ക് ഇനിയും ജീവിതത്തിൽ ഒന്നും നേടാനില്ല. അത്രയ്ക്ക് ആര് കണ്ടാലും ഞങ്ങൾ മക്കൾക്കൊക്കെ കൊതി വരും അമ്മയുടെ ജീവിതം, അമ്മയുടെയും ചാച്ചൻ്റെ, എൻ്റെ അച്ഛനും അമ്മയും ജീവിക്കുന്നതും അവരുടെ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും അവർക്ക് ഈശ്വരൻ കൊടുക്കുന്ന നന്മകളും ശ്രേഷ്ഠതയും ഒക്കെ കണ്ടാല്. അപ്പോൾ അതാണ് ഞാൻ ഇത്ര ഉറപ്പ് പറയുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെ കിട്ടും. എൻ്റെ നാട്ടുകാർക്ക് പോലും അറിയാം എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ എത്ര ഡെഡിക്കേറ്റഡ് ആണ് ഭഗവാനോടൊന്ന്. അവരുടെ ആ ഡെഡിക്കേഷൻ കൊണ്ടാണ് അവരുടെ ജീവിതത്തിന് ഇത്രയും ഉയർച്ച വന്നതും ഇത്രയും ജ്ഞാനം കൈവരിക്കാൻ കഴിഞ്ഞതും ഇത്ര നന്നായിട്ട് അവർ ജീവിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഭഗവാൻ അത് എല്ലാവർക്കും മാതൃകയാണ്. അമ്മയും അച്ഛനെയൊക്കെ അറിയുന്നവർക്ക് എല്ലാവർക്കും അവരുടെ ജീവിതം മാതൃകയാണ്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരെയും ഭഗവാൻ കരുതും. എല്ലാവരുടെയും മനസ്സിലെ ആഗ്രഹങ്ങൾ ഓരോന്നോരോന്നായിട്ട് സാധിക്കും. അല്ലാതെ ശ്രീകൃഷ്ണ പരമാത്മാവിനെ മനസ്സാ വരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നിരാശയിൽപ്പെട്ട് ജീവിതത്തിൽ വേറെ ഒന്നും കിട്ടുകയില്ല എന്നല്ല, അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. പണ്ട് ഞാനും ചെറിയ പ്രായത്തിൽ ഭഗവാനിലേക്ക് വരുന്ന സമയത്ത് എനിക്കും അങ്ങനെ തോന്നിയിരുന്നു. ഭഗവാനെ സ്നേഹിക്കുകയാണെങ്കിൽ വേറെ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും സാധിക്കില്ലല്ലോ.
ഭഗവാൻ പരമമായ മോക്ഷം, മുക്തിയല്ലേ തരുകയുള്ളൂ. അപ്പോൾ ബാക്കി ഇനി ഭൂമിയിലെ ജീവിതം ഇത്ര ചെറുപ്പമായിട്ടിരിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഇനി ഉണ്ട്. വിവാഹം ഉണ്ട്, കുടുംബം, കുട്ടികൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് ജോലിയൊക്കെ ഇല്ലേ. അപ്പോൾ അതൊക്കെ ഭഗവാൻ തരുമോ എന്നൊക്കെ എനിക്ക് അന്നൊരു ശങ്കയുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നമുക്ക് വെറുതെ ഒരു ശങ്ക തോന്നുന്നതാണെന്ന് എൻ്റെ ജീവിതം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി. എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഭഗവാൻ തരികയുള്ളൂ. അതും വളരെ ചെറുതിലേ തന്നെ നമ്മൾ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഭഗവാനാണ് നമ്മുടെ ജീവിതം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും അതുകൊണ്ട് ആരും ഭഗവാനിലേക്ക് എത്തുന്നതിന് മടിക്കണ്ട. പല സംശയങ്ങളും മനസ്സിലുള്ളതെല്ലാം എടുത്ത് ദൂരീകരിച്ച് ദൂരെ വെക്കുക. ഭഗവാനെ തന്നെ ശരണാഗതി അടയുക. ആരെന്ത് കാര്യം പറഞ്ഞാലും എനിക്കൊരു ഉത്തരമേ ഉള്ളൂ. എന്തൊക്കെ സംശയം ചോദിച്ചാലും അത് കിട്ടാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇത് സാധിക്കാൻ എന്ത് ചെയ്യണം, മറ്റത് കിട്ടാൻ എന്ത് ചെയ്യണം എന്നൊക്കെ എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല മറ്റു കാര്യങ്ങളൊന്നും. ഇന്നടുത്ത് പോയി ഇന്നത് ചെയ്യൂ, അതോ ചെയ്യൂ, ഇത് ചെയ്യൂ എന്നൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഏകമായിട്ട് പറയാൻ എനിക്ക് ഭഗവാനേ ഉള്ളൂ. ഭഗവാൻ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സമസ്ത മേഖലകളിലും ഭഗവാനുണ്ട്. ഭഗവാനെ അറിയുന്നവരുടെ. അതുപോലെ തന്നെ മനസ്സിന് അലട്ടലൊന്നുമില്ലാതെ, മനസ്സിന് അസ്വസ്ഥതയൊന്നുമില്ലാതെ ശാന്തമായ മനസ്സോടുകൂടി ഇരിക്കണമെങ്കിൽ ഭഗവാനെ നമ്മൾ പൂർണ്ണമായിട്ട് ശരണാഗതി പ്രാപിക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു പൂർണ്ണമായ ശക്തി ലഭിക്കും. നമുക്ക് മറ്റുള്ള കാര്യങ്ങളിൽ നിന്നുള്ള സംഘങ്ങളിൽ നിന്നുള്ള ഒരു വിടുതൽ നമുക്കുണ്ടാവും. അപ്പോൾ ആ വിടുതലിലൂടെ തന്നെ നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലുള്ള അങ്ങനെ അടുത്ത് പിടുത്തമുണ്ടല്ലോ, ആ കൂടുതലുള്ള ഒരു അള്ളിപ്പിടുത്തം അത് നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നത് കൊണ്ട് നമുക്ക് മാനസികമായ ബുദ്ധിമുട്ടുകളൊന്നും സംഭവിക്കുകയില്ല. നമ്മൾ വളരെ കാമൻ ക്വയറ്റായിട്ട് ഇങ്ങനെ കടന്നു പോകും. അത് അത്രയും എത്താത്തവരുടെ മനസ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ ചന്ദ്രനെ ഭജിക്കൂ എന്നാണ് ഞാൻ മുൻപ് പറഞ്ഞത്. ചന്ദ്രനെ ഭജിച്ചാൽ മതി. അത് ഞാൻ ഈ പറഞ്ഞ ലെവലിലേക്ക്, ആ ഒരു ലെവലിലേക്ക് ഭക്തി ഉയരാത്തവർക്ക്, ഭഗവാനിൽ തന്നെ പൂർണ്ണ ശരണാഗതി അടയുന്നവരുടെ മനസ്സിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അവർ സ്റ്റേബിളായിട്ട് ഇങ്ങനെ പോകും അവരുടെ മനസ്സ്. അത് അത്രയും എത്താത്തവർക്ക് മാനസിക ബുദ്ധിമുട്ട് കുറയ്ക്കുവാനാണ് ഞാൻ ചന്ദ്രനെ ഭജിക്കാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും സമാധാനമുണ്ടാകട്ടെ, സന്തോഷമുണ്ടാകട്ടെ. എല്ലാവരും ഭഗവാന്റെ ഭക്തരായി തീരുവാൻ ആഗ്രഹിക്കുന്നു. ലോകം മുഴുവൻ ഭഗവാന്റെ ഭക്തരെ കൊണ്ട് നിറഞ്ഞാൽ എത്ര മനോഹരമായിരിക്കും നമ്മുടെ ലോകം. എല്ലാവരും കൃഷ്ണഗീതികൾ ആലപിച്ച് ഭഗവാന്റെ പത്മപാദങ്ങളിൽ ശരണാഗതി അടഞ്ഞ് ശാന്തരായി സമാധാനപ്രിയരായി നല്ലൊരു ലോകമല്ലേ നമുക്ക് കിട്ടാനിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ സംഭവിക്കട്ടെ. സർവവും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.